സാദിഖ് അലി തങ്ങൾ തലയിൽ വെച്ച് അനുഗ്രഹിച്ച വ്യക്തി ഒന്നാമതെത്തി, വിജയിച്ചു. മറ്റൊരു നേതാവ് എന്ന് പറയുമ്പോൾ ജിഫ്രിയിലേക്കാണ് അത് ഉന്നമിട്ടത് എന്ന് ഏവർക്കും മനസ്സിലാകും. കാരണം തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച വ്യക്തി. അപ്പോൾ സരിൻ മൂന്നാമതെത്തെന്ന് പറയുമ്പോൾ ജിഫ്രിക്ക് നേരെയുള്ള ശക്തമായ ഒളിയമ്പായിരുന്നു. അത് വലിയ വിവാദത്തിലേക്ക് വഴിവെച്ചു. ആ വിവാദത്തിൽ അദ്ദേഹം തിരുത്ത് നൽകുമ്പോഴും സമസ്തയ്ക്കുള്ളിലെ ലീഗ് നേതാക്കളെയും മുറിവേൽപ്പിക്കുന്നതായിരുന്നു പ്രസ്താവന. എന്തൊക്കെ പ്രതികരണങ്ങളാണ് പറയാതെയും പറഞ്ഞുമൊക്കെ ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു PMA സലാമിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടാകുന്നത്. അതായത് UDF വലിയ രീതിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ UDF വലിയ രീതിയിൽ വിജയിക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെ ഈ വിജയത്തിൽ അവിടുത്തെ ആളുകൾക്ക് നന്ദി പറയുന്നതായിരുന്നു ആ പരാമർശം. ഈ പരാമർശത്തിനിടയിലാണ് ഇദ്ദേഹം ഇത്തരത്തിൽ ഈ മറ്റൊരു നേതാവ് അനുഗ്രഹിച്ചാൽ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്ന രീതിയിൽ ഒരു പരോക്ഷ വിമർശനം നടത്തുന്നത്. ഇത് സമസ്ത നേതാവ് സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങളെയാണ് എന്ന രൂപത്തിലായിരുന്നു ഇന്നലെയെല്ലാം പ്രചാരണമുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അതിനെ തള്ളിക്കൊണ്ട് വിശദീകരണവുമായി PMA സലാം തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, PMA സലാം ഈ പരാമർശം നടത്തുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്നത് പാണക്കാട് കുടുംബാംഗമായ മുനവ്വർ അലി തങ്ങളാണ്. തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് KM ഷാജിയാണ്. ഇരുവരെയും നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പരാമർശം PMA സലാം നടത്തുന്നത്. എന്നാൽ ഇപ്പോൾ വിശദീകരണം വന്നതിന് ശേഷവും സമസ്തയിലെ ലീഗ് അനുകൂലികൾ എല്ലാ കാലത്തും പാണക്കാട് തറവാടിനൊപ്പം പാണക്കാട് കുടുംബത്തിനൊപ്പം നിലനിൽക്കുന്ന സമസ്തയിലെ ലീഗ് അനുകൂലികൾ പോലും ഇപ്പോൾ PMA സലാമിനെതിരെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം മുഹമ്മദ് ഫൈസി ഓണംപള്ളി സമസ്തയിലെ ലീഗ് അനുകൂലിയാണ്. അതുപോലെ തന്നെ സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി അടക്കം PMA സലാമിനെതിരെ രംഗത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം, സ്വയം അപഹാസ്യരാവുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന തരത്തിലൊക്കെയാണ് ഇപ്പോൾ ലീഗ് അനുകൂലികളുടെ ഭാഗത്തു നിന്ന് പോലും ഇത്തരത്തിലൊരു PMA സലാമിനെതിരെ പരാമർശങ്ങൾ ഉണ്ടാവുന്നത്. PMA സലാമിന്റെ കാര്യത്തിൽ നേരത്തെയും ഇതുപോലെയുള്ള വിവാദങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് സമസ്ത പൊതുവേദികൾ കെട്ടിയിട്ടടക്കം PMA സലാമിന് മറുപടി നൽകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സുപ്രഭാതത്തിൽ വന്ന പരസ്യം വിവാദം തണുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭാഗം നിലനിൽക്കെ PMA സലാമിൽ നിന്നും ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടാവുമ്പോൾ ലീഗ് സമസ്ത ബന്ധം ഇനി കൂടുതൽ വഷളാകുന്ന രീതിയിലേക്കാണ്.